SR ക്രിയേഷൻസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലൈവായിട്ട് ഒരു ഗ്യാസ് സ്റ്റവ് നന്നാക്കുന്നത് നമ്മൾ കാണിക്കാൻ പോവുകയാണ്. ആ മുകളിലത്തെ ഒരു വീട്ടിൽ ഒരു ഗ്യാസ് സ്റ്റവ് നന്നാക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ലൈവായിട്ട് ആ കംപ്ലൈൻറ്റ് എങ്ങനെ നന്നാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ എല്ലാ വീഡിയോവും ലൈവായിട്ട് സത്യസന്ധമായ ഉള്ള വീഡിയോസുകളാണ് നമ്മൾ ഇടുന്നത്. 20 വർഷമായിട്ട് വീടുകളിൽ പോയി ഞാൻ ചെയ്യുന്ന ജോലിയാണ്. ആ ജോലി നമ്മൾ ലൈവായിട്ട് ഇന്ന് കാണാം. SR ക്രിയേഷൻസിന്റെ ആരാധകരെ, അപ്പൊ നമ്മൾ ഒരു വീട്ടിൽ വന്നു, ഒരു ഗ്യാസ് സ്റ്റവ് ഇതിന്റെ കംപ്ലൈന്റ് നമ്മൾ റെഡിയാക്കുകയാണ്. അതും ലൈവായിട്ട് നിങ്ങൾക്ക് കാണിക്കുകയാണ്. അപ്പൊ ഇതിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ ഈ ബർണറിന്റെ സൈഡിൽ കൂടി തീ വരികയാണ്. അതുപോലെ തന്നെ പാത്രം കരി പിടിക്കുകയാണ്. തീ വന്ന് ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ കളർ കയറി വരികയാണ്. അത് എങ്ങനെയാണ് നമ്മൾ റിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് ലൈവായിട്ട് നമ്മൾ ഈ അടുപ്പ് പുറത്തെടുത്തോണ്ട് പോയി ലൈവായിട്ട് റിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഞങ്ങൾ കാണിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് മറക്കാതെ കാണുക. അപ്പോൾ ആരാധകരെ, അപ്പൊ ഇതിന്റെ മെയിൻ ആയ ഒരു കംപ്ലൈന്റ് ആദ്യം പറയുകയാണ്. ഈ ബർണർ കംപ്ലൈന്റ് ആണ്. ഈ ബർണർ കംപ്ലൈന്റ് വരുമ്പോഴാണ് ഈ സൈഡിൽ കൂടിയൊക്കെ, ഈ ഗ്യാസിന്റെ സൈഡിൽ കൂടിയൊക്കെ തീ പോകുന്നത്. അത് ക്യാമറ അടുത്ത് കൊണ്ടുവരാം, കുഴപ്പമില്ല, കൊണ്ടുവരാം. ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ തീ പോകുന്നത്. അപ്പൊ ഈ ബർണറിന്റെ മെയിൻ ആയിട്ട് ഒരു കംപ്ലൈന്റ് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഇട്ടായിരുന്നു നമ്മുടെ വാക്കത്തിയെ കുറിച്ച്. അവിടെ ഒരു ടെമ്പർ എന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ ബർണർ എടുത്ത് ഒരിക്കലും കഴുകരുത്. ഇത് കഴുകിയിട്ട് തുടച്ചിട്ട് വീണ്ടും ഇതിൽ ഈ അടുപ്പിൽ വയ്ക്കുമ്പോൾ ഇവിടെ പഴുക്കുകയാണ്. പഴുത്തിട്ട് ഇതിന്റെ ടെമ്പർ അങ്ങ് പോകും. ടെമ്പർ പോയിട്ട് ഈ ബർണറിന്റെ ഈ സൈഡെല്ലാം പിരിഞ്ഞു പോകും. ടെമ്പർ പോയി കഴിഞ്ഞാൽ ഈ സാധനം വിരിഞ്ഞു പോകും. വിരിഞ്ഞു പോകുമ്പോൾ ഈ സൈഡിൽ കൂടി തീ വരും. ഇതുകൊണ്ടാണ് ഈ മെയിൻ ആയിട്ട് ഈ കംപ്ലൈന്റ് വരുന്നത്. അപ്പൊ ഇങ്ങനെ സൈഡിൽ കൂടി തീ വരുന്നതും ഇടയ്ക്ക് മഞ്ഞ കളർ കയറി വരുന്നതിന് മെയിൻ ആയ കാരണം ഈ ബർണർ സെറ്റ് പോകുന്നതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ കടയിൽ നിന്ന് ഒരു പുതിയ ബർണർ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ബർണർ ഇപ്പൊ ഈ അടുപ്പിലേക്ക് പിടിപ്പിക്കുകയാണ്. പിന്നെ രണ്ടാമത് ഇപ്പൊ വരുന്നതെല്ലാം അലുമിനിയത്തിന്റെ ബർണറാണ്. അതുകൊണ്ട് ഒരിക്കലും തുരുമ്പ് പിടിക്കത്തില്ല. പണ്ടത്തെ ഇരുമ്പ് ബർണർ എന്ന് പറയുമ്പോൾ ഇത് തുരുമ്പ് പിടിച്ച് ഇതിനകത്ത് നിന്ന് ഇതുപോലെ തുരുമ്പ് പൊടി പോലെ ഇങ്ങനെയൊക്കെ ചാടി വരും. അപ്പൊ ഇന്ന് നമ്മൾ ഈ ബർണർ മാറ്റുകയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് മാറ്റുന്നത് പറഞ്ഞാൽ ഒന്നുമില്ല. സ്റ്റീൽ അടുപ്പിന് പയ്യെ ഇങ്ങനെ തിരിച്ചു വെക്കുക. ഇവിടെ ഒരു ബോൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഈ ബോൾട്ട് നമ്മൾ കട്ടിംഗ് പ്ലെയർ കൊണ്ട് അയക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ കൈക്ക് ചിലതൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോരും. അപ്പൊ ഇങ്ങനെ അയച്ചെടുക്കുക. പെട്ടെന്ന് അയച്ചെടുക്കുക. അതുകൊണ്ട് എത്ര നിസ്സാരമായിട്ട് ഇങ്ങനെ അയച്ചെടുക്കാം. ആ അതെ, നമ്മുടെ ഓണർ, ഈ അടുപ്പിന്റെ ഓണർ കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആ ബർണർ മാറ്റി ഇരുമ്പിന്റെ, എന്നിട്ട് പുതിയ ഒരു ബർണർ നമ്മൾ മാറുകയാണ്. അതും അലുമിനിയത്തിന്റെ ഏറ്റവും പുതിയ, ഏറ്റവും നല്ല ഒരു കമ്പനി ബർണർ ഇതിൽ പിടിപ്പിക്കുകയാണ്. ഇത് പിടിപ്പിക്കുന്നതിന് വെറും നിസ്സാര പരിപാടിയേ ഉള്ളൂ. അത് എങ്ങനെ അയച്ചോ അതുപോലെ ക്യാമറ എടുത്തോണ്ട് വരണേ. ഇങ്ങനെ ആയതുകൊണ്ടോ ഇതുപോലെ ഇങ്ങനെ വയ്ക്കുക. കയറ്റി വെച്ചിട്ട് ഇവിടെ ഒരു നട്ട് വരും. അവിടെ ഇങ്ങനെ കയറ്റി വയ്ക്കുക. ഇതുകൊണ്ട് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ കയറ്റി വെച്ചു. നമ്മൾ അയച്ചിട്ട് ഈ നട്ട് എടുക്കുക. അതുപോലെ തന്നെ ഒന്ന് മുറുക്കുക. ഇവിടെ ശരിക്കും ഒന്ന് മുറുക്കി കൊടുത്തേക്കണം. ബർണർ ഇളകാത്ത രീതിയിൽ ഇങ്ങനെ മുറുക്കിയാൽ മതി. ഇത്രേ ഉള്ളൂ. കട്ടിംഗ് പ്ലെയർ ഒന്നും ശരിക്കും മുറുക്കി കൊടുത്താൽ പണി തീർന്നു. വീണ്ടും നമ്മൾ ഈ ബർണർ തിരിച്ചിങ്ങനെ വയ്ക്കുന്നു. പുതിയ ബർണർ എടുത്ത് ഇങ്ങനെ പിടിപ്പിക്കുന്നു. ഇത്ര ഗ്യാസേ ഉള്ളൂ ഒരു ബർണർ മാറുന്നത്. അപ്പൊ ഇതുപോലെ ഈ നോവ് ഇങ്ങനെ ഇട്ടു. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ലൈവ് ഇവിടെ തീരുകയാണ്. സത്യസന്ധമായ വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും ഏതെങ്കിലും വീട്ടിൽ ഒരു മിക്സിയോ ഗ്യാസ് സ്റ്റോ എന്തെങ്കിലും പണി വന്നിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈവായിട്ട് ഇതുപോലെ വീഡിയോസ് എടുത്തിരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുപ്പ് ഒന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ഗ്യാസ് സ്റ്റവ് നന്നാക്കി കൊണ്ടുവന്നു. ഇപ്പൊ കത്തിച്ച് കാണിക്കാൻ പോവുകയാണ്. കത്തിച്ച് കാണിക്കാം. ഇപ്പോൾ ഒരു കംപ്ലൈന്റ് ഇല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. സൈഡിൽ കൂടി തീയൊന്നും വരുന്നില്ലല്ലോ. മറ്റേ മഞ്ഞ കളർ കയറി വരുന്നില്ല. പിന്നെ പുകയടിച്ച് പാത്രങ്ങളിൽ കരി പിടിക്കത്തില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.